നമസ്കാരം. ഭജഗോവിന്ദത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ ഉള്ളിൽ ജനിക്കുന്ന ആഗ്രഹത്തിന്റെ സ്വഭാവം എന്ത്? 2, ആഗ്രഹങ്ങളെ ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താന്ത്രികമായ വിദ്യ. താന്ത്രിക രീതിയിൽ എപ്രകാരം ആഗ്രഹങ്ങളെ അതിജീവിച്ചു പോകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഇന്ന് നമ്മൾ 15ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. എല്ലാവരെയും ഞാൻ ശ്ലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്ലോകം ഇങ്ങനെയാണ്: അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചത്യാശാപിണ്ഡം. ശരീരമെല്ലാം തളർന്നു കഴിഞ്ഞു, തലയോ മുഴുവൻ നരച്ചു. അതിനുശേഷം വായിൽ പല്ലുകളെല്ലാം ഒന്നൊന്നായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വടി കുത്തിപ്പിടിച്ച് ഒരു വൃദ്ധൻ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ പോലും അദ്ദേഹം ആഗ്രഹങ്ങളുടെ ഭാണ്ഡത്തെ കൈവിടുന്നില്ല. ഇതാണ് ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം. കാണാമല്ലോ, ചിത്രം വളരെ വ്യക്തമാണ്. വാർദ്ധക്യത്തിന്റെ അന്ത്യദശയിലെത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹം മറുതീരത്തെത്തിക്കഴിഞ്ഞു. ഒരു കാല് മറുതീരത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഒരു കാല് മാത്രമേ തോണിയിലുള്ളൂ. മരണം ഒരു കാറ്റ് വീശിയാൽ പൊഴിഞ്ഞു വീഴുന്ന പഴുത്ത ഇലയാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഭൂമിയിലെ ആഗ്രഹങ്ങളോട് വിട പറയാൻ സാധിക്കുന്നില്ല. എന്ന് തുടങ്ങിയതാ ഈ ആഗ്രഹങ്ങൾ? അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ്, അല്ലെ? അദ്ദേഹം കളിച്ചു നടക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ ആഗ്രഹങ്ങളുണ്ട്. കൗമാരകാലത്ത് തുടങ്ങിയ തന്നിലേക്ക് കയറി വന്ന ആഗ്രഹങ്ങളുണ്ട്. 14 വയസ്സിൽ കയറി വന്ന ആഗ്രഹങ്ങളുണ്ട്. പലരും പറയും 14 വയസ്സിൽ തുടങ്ങുന്ന ആഗ്രഹങ്ങൾ അത് 14 തിരിച്ചിട്ടാൽ 41 41 വയസ്സിലൊക്കെ ചെറുതായിട്ടൊന്ന് ശമിക്കുമെന്ന്, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 14 വയസ്സിൽ നമ്മുടെ മനസ്സിൽ നാമ്പിടുന്ന ആഗ്രഹങ്ങൾ, അതിന്റെ തീഷ്ണത 41 വയസ്സിൽ ഒഴിഞ്ഞു പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത്. ആഗ്രഹങ്ങളിലൂടെയാണ് മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നാമ്പിടുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങിയ ആഗ്രഹങ്ങൾ അവന്റെ മധ്യവയസ്സും പിന്നിട്ടു, വാർദ്ധക്യത്തിന്റെ യൗവനദശയും പിന്നിട്ടു, വാർദ്ധക്യത്തിന്റെ അന്ത്യദശയിലെത്തി, മരണത്തെ മുഖാമുഖം ദർശിക്കുന്നു. ഒരു മുറിക്കപ്പുറം, ഒരു വിളിപ്പാടകലെ മരണം കാത്തു നിൽക്കുന്നു. തൻ്റെ കർമ്മങ്ങളുടെ ഭാണ്ഡവുമായി ശരീരം ഉപേക്ഷിച്ച്, ശരീരബന്ധങ്ങൾ ഉപേക്ഷിച്ച് അറിയപ്പെടാത്ത ആ ലോകത്തേക്ക്, എന്നാൽ തൻ്റെതായിരുന്ന ആ ലോകത്തേക്ക് മടങ്ങിപ്പോകാൻ, തൻ്റെ ആത്മാവിന്റെ യാത്ര തുടരാൻ, അല്ലെ? മെറ്റാഫിസിക്കലായിട്ടുള്ള, അതിഭൗതികമായിട്ടുള്ള മറ്റൊരു തലത്തിലേക്ക് പോകാൻ ആവേശം കൊണ്ടിരിക്കുന്നതിന് പകരം, അല്ലെ, എക്സൈറ്റഡ് ആയിരിക്കണം നമ്മൾ യാത്ര തുടരാൻ വേണ്ടി. പുതിയൊരു യാത്രയുടെ ആരംഭത്തിന് വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കണം അവസാന നിമിഷങ്ങളിലൊക്കെ. അതിനു പകരം പഴയ ആഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് മനുഷ്യൻ. പണ്ട് അവനെ മോഹിപ്പിച്ചിരുന്ന പലതും അവനെ വീണ്ടും മോഹിപ്പിക്കുന്നു. മരണം അടുത്ത് വന്നു കഴിഞ്ഞിട്ടും വീണ്ടും പഴയ ആഗ്രഹങ്ങൾ, തിന്നാനും കുടിക്കാനും രമിക്കാനും മതിക്കാനും ആമോദിക്കാനും എല്ലാമുള്ള ആഗ്രഹങ്ങൾ വിട്ടുപിരിയാതെ നിൽക്കുന്നു. പക്ഷെ ശരീരം കൊണ്ട് വല്ലതും സാധിക്കുന്നുണ്ടോ? ഒന്നും സാധിക്കുന്നില്ല, അല്ലെ? കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, നാവ് കൊണ്ട് വല്ലതും കഴിക്കാൻ വയ്യ, പല്ലില്ലാത്തത് കൊണ്ടൊന്നും കഴിക്കാൻ വയ്യ, എഴുന്നേറ്റ് നിന്നിട്ടൊന്നും ചെയ്യാനും വയ്യ, നേരെ നടുവ് വളഞ്ഞിട്ടാ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ശരീരം, അല്ലെങ്കിൽ ഈ ലോകം നമ്മളെ ത്യജിച്ചു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂമി, ഈ ലോകം, ഈ ലൗകികമായ ലോകം നമ്മളെ ത്യജിച്ചു. നമ്മളെ ഇനി ആർക്കും ആ രീതിയിൽ ആവശ്യമില്ല, അല്ലെ? നമുക്ക് ലോകത്തെ ത്യജിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്, ലോകം നമ്മളെ ത്യജിക്കുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെ ത്യജിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ലോകം തന്നെ നമ്മളെ ത്യജിച്ചു കഴിഞ്ഞു, എന്നിട്ടും നമുക്ക് ലോകത്തെ ത്യജിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദയനീയമായ ഒരു ചിത്രം, ദയനീയമായ ഒരു അവസ്ഥയുടെ ചിത്രമാണ് ആചാര്യസ്വാമികൾ നമുക്ക് മുമ്പിൽ വരച്ചിടുന്നത്. ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ പിടിച്ചു വെച്ച ഒരു കണ്ണാടിയാണ്. നമ്മൾ വിചാരിക്കരുത് ഇത് മറ്റാരെയോ കുറിച്ചിട്ടാണെന്ന്. എൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ, നമ്മുടെ എല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു അംശം ഇതിലുണ്ട്, ഇവിടെയുണ്ട്. ഇത് നമുക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്.
ഇതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യണം, ആത്മവിചിന്തനം ചെയ്യണം, ഇതിനെക്കുറിച്ച് മനനം ചെയ്യണം. ഇതിലൂടെ പറയാതെ പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിധ്വനികൾ എന്താണ്, ഇതിന്റെ വിപുലീകരണം എന്താണ്? ആഗ്രഹങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആഗ്രഹങ്ങൾ എത്രമാത്രം ശക്തിയാണ്. നമുക്ക് മരിക്കാൻ നേരത്തെ പ്രശാന്തമായ ഒരു മനസ്സാണ് വേണ്ടത്, അല്ലെ? പ്രശാന്തമായ ഒരു മനസ്സോടുകൂടി മരണത്തെ സ്വാഗതം ചെയ്യുക, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോവുക, അല്ലെങ്കിൽ അവസാനത്തെ ദിവസങ്ങൾ, അവസാനത്തെ നിമിഷങ്ങൾ ശാന്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് അഭികാമ്യമായ കാര്യം. പക്ഷെ അതിനെ നമ്മളെ തടയുന്നത്, അതിൽ നിന്ന് നമ്മളെ തടയുന്നത് എന്താണ്? അതിൽ നിന്ന് നമ്മളെ തടയുന്നത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹ ജടിലമായ, ആഗ്രഹ നിബിഡമായ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കെട്ടുപൊട്ടിച്ച് പുറത്തു ചാടാൻ സാധിക്കുകയില്ല. അവസാനത്തെ മരണസമയത്തെ മനസ്സുമായിട്ടാണ് നമ്മൾ ഇനി പുനർജനിക്കാൻ പോകുന്നത്. പുനർജനിക്കുന്നത് തീർച്ചയായിട്ടും ഈ സംസ്കാരവുമായിട്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ഒരു കുട്ടിയുടെ മനസ്സിൽ എങ്ങനെ ഇത്തരം ബിംബങ്ങൾ വരുന്നു എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടും. ഒരു കുട്ടിയുടെ ഉള്ളിൽ പോലും ഈ വാസനകളുമായിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അല്ലാതെ പുതിയ കാലം പറയുന്നത് പോലെ അതൊരു ഒഴിഞ്ഞ സ്ലേറ്റ് അല്ല. മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒഴിഞ്ഞ സ്ലേറ്റ് അല്ല. അവിടെ പ്രകൃതി വരച്ചു വെച്ച ജനിതകമായ രേഖകളുമായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്, വാസനകളുമായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. ആ വാസന വരച്ച വരയിലൂടെ ആയിരിക്കും 90% നമ്മുടെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ വഴിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ വഴി എന്താണ്? ആഗ്രഹങ്ങളുടെ സ്വഭാവം എന്താണ്? ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട അവസ്ഥയല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരാണ് വാർദ്ധക്യം. എന്താണ് ആ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത? ഞാൻ അപകടമൊന്നും കൂടാതെ, ജീവാപായമൊന്നും കൂടാതെ എൻ്റെ കൗമാരവും എൻ്റെ യൗവനവും എൻ്റെ മധ്യവയസ്സും കടന്നു വന്നിരിക്കുന്നു എന്നുള്ള എഴുതി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റാണ് വാർദ്ധക്യം. വാർദ്ധക്യം ചെറിയ കാര്യമല്ല. ലോകത്ത് ഒരുപാട് മനുഷ്യർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് വാർദ്ധക്യം. അറിയോ? ലോകത്ത് ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? മരണത്തിന്റെ ആദ്യത്തെ വിളി വരുന്നത് പലപ്പോഴും 40കളിലും 50കളിലും നമുക്കൊരു ബ്ലോക്ക് വരും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ജീവിതത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, 50നും 60നും ഇടയ്ക്ക് നമ്മുടെ വിക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് വിളി വരാനുള്ള ടൈം. ഒരുപാട് മനുഷ്യർക്ക് ആ സമയത്ത് വിളി വരുന്നുണ്ട്. 40നും 50നും 40 തൊട്ടൊരു 55 നമ്മുടെ വിക്കറ്റ് വീഴാനുള്ള ഒരു ഇടമുണ്ട്. പിന്നെ 65 ഡെഫിനറ്റ്ലായി വളരെ വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. 65 എന്ന് പറയുന്നത് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു പ്രായമാണ്. 65 എന്ന് പറഞ്ഞാൽ 63, 64, 65, 67, 66 ആ എല്ലാം തന്നെ അതിൽ വരും. അവിടെ നമ്മുടെ വിക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം കടന്നു വന്നാൽ മാത്രമേ, ശരിക്കും ഒരു 70-75 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. പണ്ടത്തെ കാലമല്ല ഇത്. പണ്ടത്തെ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഒരു ശരാശരി ആയുർദൈർഘ്യം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ക്ഷാമമാണ്. നമ്മൾ അനുഭവിച്ച കൊളോണിയൽ ഭരണത്തിന്റെ ഫലമായിട്ട് മാൽന്യൂട്രീഷൻ ഉണ്ടായിട്ട് ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ആ സമയം 40, 50, 60 ഒക്കെ ആയിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത് 70, 72 എത്തിയിട്ടുണ്ട്. അതൊരു മാന്യമായ അവസ്ഥയിലേക്ക് നമ്മൾ പിടിച്ചു ഉയർത്തിയിട്ടുണ്ട്. അപ്പം പക്ഷേ ഇന്ന് അതൊരു കോമൺ ആണെങ്കിലും അത്യാവശ്യം നല്ല അഫ്ലുവൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലെ ചുറ്റുപാടൊക്കെ ഉള്ള ഒരു മനുഷ്യൻ 80, 85, 90 ഈസി ആയിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം ബോധത്തോടു കൂടി ജീവിച്ചാൽ 90 വയസ്സൊക്കെ എല്ലാവർക്കും പ്രാപിക്കാൻ പറ്റും. ഇനിയിപ്പോ 100 തന്നെ നമ്മൾ ലക്ഷ്യമിടണം. കാര്യം സെന്റിനേറിയന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാന്നാ പറയുന്നത് ലോകത്ത് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പക്ഷെ അവരുടെ ഭക്ഷണ രീതി വ്യത്യാസമാണ്. അവരുടെ ഭക്ഷണ രീതിയിൽ വേവിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും നട്ട്സും ആണ് അവർ പ്രധാനമായിട്ട് കഴിക്കുന്നത്. പകുതി 50 വേവിച്ച ഭക്ഷണവും 50 വേവിക്കാത്ത ഭക്ഷണവും. അങ്ങനെയൊക്കെ അവര് ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 70, 72 ഒന്നും വാർദ്ധക്യമായിട്ട് എണ്ണാൻ സാധിക്കുകയേയില്ല. പല്ലും പൊഴിയില്ല, കണ്ണും പോവില്ല, ചെവിയും പോവില്ല, ശരീരവും നല്ല ദൃഢഗാത്രമായിരിക്കും 70. ഒരു സംശയവും വേണ്ട. 80, 80+ ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന്.
90 എബോ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഏതായാലും ശരി, വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും അവമതിക്കപ്പെടേണ്ട ഒരു കാലമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ അത് മനസ്സിലാക്കിയിരിക്കണം. കാര്യം കേരളത്തിൽ വാർദ്ധക്യത്തിലെത്തിയവരുടെ എണ്ണം കൂടാൻ പോവുകയാണ്, അല്ലെങ്കിൽ കൂടി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനസംഖ്യ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞു. അതായത് ആവറേജ് വയസ്സ് 35 വയസ്സ് താഴെ ആകുമ്പോഴാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നത്. കേരളത്തിന് അത് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ അതിപ്പോഴും 20-നും 30-നും ഇടയ്ക്കാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇനി ഒരുപാട് ഡിവിഡൻഡ് കിട്ടാനുണ്ട്, ലാഭം കിട്ടാനുണ്ട് ജനസംഖ്യയിൽ നിന്ന്. കേരളത്തിന് അത് കഴിഞ്ഞു. കേരളം വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം ആരോഗ്യകരമായിരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കണം, നിങ്ങൾ എന്നെ സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് വാർദ്ധക്യത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഓടി വരണം, എനിക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഓടി വരണം. അങ്ങനെ എല്ലാവരും പരസ്പരം സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വാർദ്ധക്യം എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ചുരുക്കം. യൗവനം നമ്മളെ ഏകദേശം കൈവിട്ട് കഴിഞ്ഞു കേരളത്തെ. അപ്പം വാർദ്ധക്യം എന്ന് പറയുന്നത് മോശാവസ്ഥയല്ല, പകരം പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. പ്രകൃതി നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ അപകടമൊന്നും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കൗമാരവും യൗവനവും എല്ലാം കടന്നു വന്നിരിക്കുന്നു എന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ ഈ വാർദ്ധക്യത്തിലെ പ്രശ്നം എന്താണ്? വാർദ്ധക്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? വാർദ്ധക്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ഈ ലോകത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. അത് പോട്ടെ, അത് നമുക്ക് അത്ര വിഷയമല്ല. വാർദ്ധക്യത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ ശരീരവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യന് 100 മീറ്റർ സ്പ്രിന്റില് കപ്പടിക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഇല്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന് 100 മീറ്റർ സ്പ്രിന്റില് ഒന്നാം റാങ്കുകാരനാണോ അല്ലെങ്കിൽ ഒന്നാമതെത്തണം എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമാണ്. അപ്പൊ നമ്മുടെ പ്രായവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ ഒരു പൊരുത്തം വേണം. അല്ലെങ്കിൽ ചിന്മയാനന്ദ സ്വാമിയൊക്കെ പറയും, നിങ്ങൾ വാർദ്ധക്യത്തിൽ എത്തിയിട്ടും നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, വാർദ്ധക്യത്തിൽ എത്തിയിട്ടും യൗവനത്തിലെ പോലെ തന്നെ ആഗ്രഹങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാരാലിസിസ് വന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിലെ ലൗകികമായ അനുഭവങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെയാണ് എന്നാണ് ചിന്മയാനന്ദ സ്വാമി പറയുന്നത്. ഇപ്പൊ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ 40 വയസ്സിൽ ഒരു മനുഷ്യൻ പാരാലിസിസ് വരും. പാരാലിസിസ് വന്നിട്ട് അയാൾക്ക് ഒരു വിരൽ മാത്രമേ അനക്കാൻ പറ്റൂ, കണ്ണിന്റെ പോള മാത്രമേ അനക്കാൻ പറ്റൂ. അയാൾ പാരാലിസിസ്ഡ് ആയി കിടക്കുക. 42 വയസ്സേ ഉള്ളൂ. ശരിക്കും നടന്ന ഒരു ജീവിത കഥയാണ് തന്നെ സിനിമയാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുമ്പോൾ ഈ മനുഷ്യന് ആഗ്രഹങ്ങൾ ജനിക്കുകയാണ്. പക്ഷെ ഒരു തരത്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സഫലീകരിക്കാനും പറ്റുന്നില്ല. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഭാര്യയെ നോക്കുകയാണ്. ഭാര്യ അങ്ങോട്ട് നടക്കുന്നു, ഭാര്യ ഇങ്ങോട്ട് നടക്കുന്നു. പിന്നെ ഇദ്ദേഹത്തെ കൊണ്ട് ബീച്ചിൽ പോകും. അപ്പം ഭാര്യ ബീച്ച് ഡ്രസ് ഇട്ട് കുളിക്കുന്നു, കളിക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കിടക്കും. ആ ഒരു രംഗം ഭയങ്കര ടച്ചിങ് ആണ് ആ സിനിമയിലെ. ആ മനുഷ്യന്റെ ഉള്ളിലെ സകല വീർപ്പുമുട്ടലുകളും നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു രംഗമാണ് ആ സിനിമയിലുള്ളത്. ഇപ്പൊ ചിന്മയാനന്ദ സ്വാമിജിയെ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ നമ്മൾ അതിജീവിച്ച് പോയില്ലെങ്കിൽ ഏകദേശം ഇതുപോലൊരു അവസ്ഥയിൽ നമ്മൾ എത്തും, അല്ലെ? ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈയില് നായകൻ കിടക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളെ വെറുതെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകില്ല, ഉറപ്പല്ലേ? ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെ അനുഭവങ്ങളില്ലാതെ, ആഗ്രഹങ്ങളുടെ സഫലീകരണമില്ലാതെ ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോവുകയില്ല. നമ്മൾ വാർദ്ധക്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഞാനിതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ വേണം. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാവണം. രണ്ട്, വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഒരുപാട് സമ്പത്ത് കുന്നുകൂടാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു രാജാവിനെ പോലെ സമ്പത്ത് കുന്നുകൂടാൻ ഞാൻ ആഗ്രഹിച്ചു, നിധി കിട്ടാൻ ആഗ്രഹിച്ചു. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ജീവിച്ചു പോകാനുള്ള സമ്പത്താണ് കിട്ടിയത്. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിനെ കാണേണ്ടത്? അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 100 കണക്കിന് 2000 ജന്മങ്ങളെങ്കിലും നമ്മൾ കടന്നു പോയിട്ടുണ്ടെന്നാണ് പരലോക നിയമം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്.
ഒരു മനുഷ്യാത്മാവ് 2000 പ്രാവശ്യമെങ്കിലും മനുഷ്യനായി ജനിച്ച് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ. അപ്പൊ ഈ 2000 ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ല. ഈ 2000 ജന്മത്തിൽ ഈ ഭൂമിയിലുള്ള സകല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ ഋഷിമാർ നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഋഷിമാർ എന്താണ് പറയുന്നത്? നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കഴിഞ്ഞു, ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിൻവാങ്ങുക, ഇതിൽ നിന്ന് മോചിതനാകുക. ഇതാണ് ഋഷിമാർ പറയുന്നത്. അതിനെന്താണ് തെളിവ്? തെളിവെന്ന് പറഞ്ഞാൽ അനുമാനമാണ്. അത് നമുക്ക് അനുമാനിക്കാനേ പറ്റൂ. 12000 ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഈ ജന്മങ്ങളെല്ലാം നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അനുഭവം വളരെ കുറച്ചേ ഉള്ളൂ, ജന്മങ്ങൾ അതിലേറെയുണ്ട് അല്ലേ? അനുഭവങ്ങൾ അർത്ഥകാമങ്ങളാണ്, ആഗ്രഹങ്ങൾ അർത്ഥകാമങ്ങളാണ്. രണ്ടെണ്ണമാണ് ശരിക്കും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ജന്മങ്ങൾ 2000-ന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും ഈ മോക്ഷത്തെക്കുറിച്ച് നമ്മൾ കേൾക്കില്ല. അത് മനസ്സിലാക്കൂ. നമ്മൾ ഈ മോക്ഷത്തെക്കുറിച്ചോ ലിബറേഷനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ജഗത്ത് മിഥ്യയാണെന്നുള്ളതിനെ കുറിച്ചോ കേട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു നറുഗന്ധമെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു രുചി, ഒരു കണമെങ്കിലും, ഒരു തുള്ളിയെങ്കിലും നമുക്ക് രുചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊള്ളുക, നമ്മൾ ഇതെല്ലാം കടന്നാവുന്നു. ഇത് കടന്നു വരാതെ, കാര്യം ധർമ്മം, അർത്ഥം, കാമം, ഇത് മൂന്നും കഴിഞ്ഞിട്ടേ മോക്ഷം നമ്മളിലേക്ക് വരൂ. ഈ 3 സ്റ്റേജ് നമ്മൾ ക്ലിയർ ചെയ്താലേ 4ാമത്തെ സ്റ്റേജിലേക്കുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുക, ഞാൻ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയിരിക്കുന്നു. എൻ്റെ അനുഭവങ്ങളാൽ ഞാൻ സംഭൃതനാണ്, ഞാൻ പൂരിതനാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. എന്നിട്ടും നമുക്ക് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് ഇനി പറയുന്നത്. ഇത്രയും കാര്യം ആദ്യം ഉറപ്പിക്കുക. ഞാൻ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി, ഞാൻ രാജാവായിരുന്നു, ഞാൻ ചക്രവർത്തിയായിരുന്നു, എനിക്ക് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, എനിക്കിനി അനുഭവിക്കാൻ ഒരു അനുഭവം ബാക്കിയില്ല, ഇതെല്ലാം എനിക്ക് നിസ്സാരമാണ് എന്നൊരു ഉറപ്പ് ആദ്യം മനസ്സിൽ വയ്ക്കുക. എന്നിട്ടും ഇനി ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കട്ടെ, നമുക്ക് സംസാരിക്കാം. അതിനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. എനിക്കറിയാം, ഇതിനു മുമ്പ് ഞാൻ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതേ അർത്ഥമുള്ള മറ്റൊരു ശ്ലോകത്തിൽ നമ്മൾ ആഗ്രഹങ്ങളെ മറികടക്കുന്ന വിധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വേറെ രീതിയിൽ അതും മനസ്സിൽ വെച്ചോളുക. അത് ഒരു വഴിയാണ്, ഇത് 2ാമത്തെ വഴിയാണ്. ആദ്യം നമ്മൾ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അത് സ്വയം കെട്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആഗ്രഹങ്ങൾ സ്വയമേ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും എന്ന് വിചാരിക്കരുത്. ആഗ്രഹങ്ങൾ അവിടെ നിൽക്കും. അതിൻ്റെ സ്വഭാവം തന്നെ അവസാനമില്ലാതെ തുടരുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമാണ്. ഋഷിതുല്യനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ടോൾസ്റ്റോയ്. അദ്ദേഹം ആഗ്രഹങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യന്റെ ഉള്ളിലെ മരണാനുഭവത്തെക്കുറിച്ച്, സത്യാന്വേഷണത്തെക്കുറിച്ച്, ആത്യന്തികമായ നന്മയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയെ വായിക്കണം. അദ്ദേഹത്തിന്റെ ചെറുകഥകളും നോവലുകളും എല്ലാം വായിക്കണം. ടോൾസ്റ്റോയി അപാര ധിഷണാശാലിയായ ഋഷിതുല്യനായ ഒരു മനുഷ്യനാണ്. തപസ്സൊന്നും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അവരെ കൊണ്ട് പ്രകൃതി വേറെ രീതിയിലാണ് തപസ് ചെയ്യിക്കുന്നത്. പാശ്ചാത്യരാണല്ലോ, റഷ്യയും ഒരു പടിഞ്ഞാറൻ നാട് തന്നെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ തപസ് ചെയ്യുന്ന പോലെ അല്ല അവർ തപസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഉൾക്കാഴ്ച നമുക്ക് ആരുടെ ആയാലും എടുക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. എവിടുന്ന് വരുന്ന ചിന്തയും നമ്മൾക്ക് സ്വാംശീകരിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ടോൾസ്റ്റോയുടെ മനോഹരമായ ഒരു കഥയുണ്ട്. ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? ഒരു മനുഷ്യന് എത്ര അടി മണ്ണ് വേണം, എത്ര ഭൂമി വേണം? ഇതാണ് ആ കഥ. എപ്പോഴെങ്കിലും നിങ്ങൾ ആ കഥയൊന്ന് എടുത്ത് വായിക്കണം. ആ കഥയുടെ രത്നച്ചുരുക്കം ഞാനിവിടെ പറയാം. അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ഉള്ളിലെ അടങ്ങാത്ത തൃഷ്ണയെക്കുറിച്ചിട്ടുള്ളതാണ് ആ കഥ. ഒരു കർഷകൻ സംതൃപ്തിയോടുകൂടി ജീവിച്ചു വരുമായിരുന്നു. ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് സംതൃപ്തിയോടുകൂടി ജീവിച്ചു വരിക. അദ്ദേഹത്തിന് 40 ഏക്കർ ഭൂമി സ്വന്തമായിട്ട് 40 ഏക്കർ ഭൂമി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. നല്ല സന്തുഷ്ടമായ ഒരു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഭാര്യയുടെ മറ്റുള്ളവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രേരണകൾക്ക് വഴങ്ങി അദ്ദേഹത്തിന് ധനികനാകാനുള്ള അമിതമായ ആശ ജനിച്ചു. അന്നത്തെ കാലത്ത് ധനത്തിന്റെ
ഒരു മെഷറിംഗ് ഗേജ് എന്ന് പറയുന്നത് ഭൂമിയാണ്. റഷ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? അവസാനമില്ലാത്ത ഒരു ഭൂമിയാണ് റഷ്യ, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ്. ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ അതിങ്ങനെ പരന്ന് വിശാലമായി കിടക്കുകയാണ് റഷ്യ. ഇന്ന് പോലും ജനവാസം അധികമില്ല. റഷ്യയിലെ ജനസംഖ്യ വളരെ കുറവും ഭൂമി വളരെ വലുതുമാണ്. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ അന്ന് ഇതിനേക്കാൾ ഭൂമി ധാരാളമുള്ള ഒരു രാജ്യമാണ് റഷ്യ. ഈ റഷ്യയിൽ ജീവിച്ചിരുന്ന ഈ കർഷകന് ഒരു മരുഭൂമി പോലെ, നമ്മൾ നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തോളം ഭൂമി സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ജനിച്ചു. അങ്ങനെ ഇദ്ദേഹം പലയിടത്തും അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് ഭൂമി കൊടുക്കാനുള്ളത്, ചെറിയ വിലയ്ക്ക് എവിടെ ഭൂമി കിട്ടും, എന്നിട്ട് അവിടെ കൃഷി ചെയ്ത് വലിയ ധനികനാകണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ധനവും കൂടും. ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാം, കൃഷി ചെയ്യുന്നതിനനുസരിച്ച് ധനത്തിന്റെ വരവും കൂടും. ഇങ്ങനെ കണക്ക് കൂട്ടി നടക്കുമ്പോൾ ഒരു രാജ്യത്ത് ചെന്നു. അവിടെ ഭൂമി കൊടുക്കുന്നുണ്ട്, ചെറിയ വിലയ്ക്ക് ഭൂമി കൊടുക്കും. 1000 ഷില്ലോങ്ങിന് ഭൂമി കൊടുക്കും. 1000 ഷില്ലോങ് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അത് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഭൂമി അളന്നെടുക്കാം. അതാണ് വ്യവസ്ഥ. ഈ അളക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. നടന്ന് അല്ലെങ്കിൽ ഓടി അളക്കണം. നമുക്ക് ഓടി എവിടം വരെ എത്താവോ അത്രയും ഭൂമി നമ്മുടെയാണ്, അല്ലെങ്കിൽ നടന്നു പോയി എത്താവുന്ന അത്രയും ഭൂമി നമ്മുടെ. ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, രാവിലെ തിരിച്ചാൽ വൈകുന്നേരം അതേ പോയിന്റിൽ തിരിച്ചെത്തണം. എന്നിട്ട് നിങ്ങൾ നടന്ന വഴിയൊക്കെ അളക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. അവര് അത്രയും അളന്ന് നിങ്ങളുടെ പേരിൽ എഴുതിത്തരും. ഇത്രയേ ഉള്ളൂ വ്യവസ്ഥ. 1000 ഷില്ലോങ് ആദ്യം നമ്മൾ അടയ്ക്കണം. ഇത് കേട്ടപ്പോ നമ്മുടെ കർഷകന്റെ ഉള്ളിൽ ലഡ്ഡുപൊട്ടി. അദ്ദേഹം വിചാരിച്ചു ഇത് തന്നെ ശരിയായ അവസരം എന്ന് പറഞ്ഞിട്ട് 1000 ഷില്ലോങ്ങും എടുത്തു. ഭാര്യയാണെങ്കിൽ വളരെ ഉത്സാഹത്തിൽ ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. ഇദ്ദേഹം രാവിലെ അതുമായിട്ട് ഈ പറഞ്ഞ സ്ഥലത്തെത്തി, ഈ പ്രഭുവിന്റെ അടുത്തെത്തി. 1000 ഷില്ലോങ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 6 മണിയെ കൃത്യം 6 മണിക്ക് ഇവിടെ എത്തിക്കൊള്ളണം. ഇതേ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദൂരം പിന്നിട്ടുവോ അത്ര ദൂരം സ്ഥലവും നിങ്ങൾക്ക് ദാനമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കും. നമ്മുടെ കർഷകൻ നടന്നു തുടങ്ങി. നടന്ന് ക്രമേണ സൂര്യൻ ഉദിക്കുന്നുണ്ട്, വെയിൽ ഉദിക്കുന്നുണ്ട്. തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തി. ഇദ്ദേഹം വെള്ളം കുടിക്കുന്നില്ല, ഇദ്ദേഹം ആഹാരം കഴിക്കുന്നില്ല. ഭാര്യ പൊതിഞ്ഞു കൊടുത്ത പാഥയോ, ഭാര്യ ബോട്ടിലാക്കി കൊടുത്ത വെള്ളവും ബാഗിൽ തന്നെ ഇരിക്കുകയാണ്. അതൊന്ന് തുറന്ന് ഒരിടത്തിരുന്ന് സമാധാനമായി കഴിക്കാൻ നമ്മുടെ കർഷകന് സാധിക്കുന്നില്ല. കാര്യം അത്രയും സമയം നഷ്ടമായാൽ അത്രയും സ്ഥലം തനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം നിർത്താതെ നടക്കുകയാണ്. നടപ്പെന്ന് പറഞ്ഞാൽ ഓട്ടം പോലെയായി, പിന്നീട് അത് ഓട്ടം തന്നെയായി. നടപ്പ് മാറി ഓട്ടമായി. അദ്ദേഹത്തിന് ടെൻഷൻ വരാൻ തുടങ്ങി. ദൈവമേ, ഉച്ച കഴിഞ്ഞു, ഇനി കുറച്ച് സമയം കൂടി എനിക്ക് ഉള്ളൂ. അതുകൊണ്ട് ഈ ഉച്ചയ്ക്കുള്ളിൽ തന്നെ പുള്ളിയാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എന്തായാലും അദ്ദേഹം വെള്ളം കുടിക്കാൻ പോലും നിന്നില്ല, ആഹാരം കഴിക്കാനും മെനക്കെട്ടില്ല. അദ്ദേഹം ഓടുകയാണ്, ഭ്രാന്തമായ രീതിയിൽ ഓടുകയാണ്. ഇടയ്ക്ക് കിതയ്ക്കുമ്പോൾ ഒന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് നടക്കും, എന്നിട്ട് വീണ്ടും ഓട്ടം ആരംഭിക്കും. അതിനിടയ്ക്ക് വെള്ളം കുടിക്കണമെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിനില്ല. ഏതായാലും അപരാഹ്നമായി, മധ്യാഹ്നം കഴിഞ്ഞ് അപരാഹ്നം വന്നു. അതോടുകൂടി അദ്ദേഹം ഒന്നും കൂടി മനസ്സിന് സമ്മർദ്ദം ഏറി. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, ഇനി എന്താ വേണ്ടത്? തിരിച്ചവിടെ എത്തണമല്ലോ. അപ്പൊ സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറ് പതുക്കെ താണു തുടങ്ങി. ഇനിയും താൻ നടന്നു പോയിക്കൊണ്ടിരുന്നാൽ തനിക്ക് തിരിച്ചെത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ കർഷകൻ തിരിച്ച് ഓടാൻ തുടങ്ങി. കഴിയുന്ന അത്രയും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സൂര്യൻ അങ്ങ് അന്തിവാനത്തെത്തി. സൂര്യൻ മറയാൻ പോകുന്നു, 6 മണിയാകാൻ പോകുന്നു. വ്യവസ്ഥ അനുസരിച്ച് താൻ 6 മണിക്ക് എവിടെയാണോ തുടങ്ങിയത് അവിടെ തിരിച്ചെത്തണം. അപ്പൊ ആ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഇത്രയും ഭൂമി തനിക്ക് കിട്ടിയത് ഭാര്യയോട് പറയാൻ അയാൾ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നമാണ് അയാളെ കൊണ്ട് ഇങ്ങനെ നടത്തിക്കുന്നത്. അയാൾ തിരിച്ച് ഓടി. വെള്ളം ഉള്ള ബാഗൊക്കെ കളഞ്ഞു, ഭക്ഷണവും വെള്ളമുള്ള ബാഗൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇദ്ദേഹം ഓടി വന്ന് ഒരു ചെറിയ മലയുടെ മുകളിലാണ് ഈ പോയിന്റ്. അദ്ദേഹം ആ പോയിന്റ് ഓടി കയറി. കൃത്യം 6 മണി അടിച്ചപ്പോ ഇദ്ദേഹം ആ പോയിന്റിലെത്തി. അപ്പൊ അവിടുത്തെ പ്രഭു പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പകുതിയും ഓടിയെടുത്തിരിക്കുന്നു.
ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇതുപോലൊരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. 1000 ഷില്ലോങ് തന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പകുതി, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി കർഷകനല്ല, നിങ്ങളൊരു ഭൂപ്രഭുവാണ്, നിങ്ങളൊരു രാജാവാണ്, പകുതി രാജ്യത്തിന്റെ രാജാവാണ് നിങ്ങൾ. അദ്ദേഹം ഓടിയെത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ട്. തനിക്ക് കിട്ടിയ ഈ പാതി രാജ്യം അദ്ദേഹത്തിന് ആസ്വദിക്കണമെന്നുണ്ട്. താൻ ഒരു രാജാവായി, താനൊരു ഭൂപ്രഭുവായി, താൻ ഇനി മുതൽ കർഷകനല്ല, തനിക്കിനി അധ്വാനിക്കേണ്ടതില്ല, ഭാര്യയെ ഇനി ഒരു റാണിയെ പോലെ വാഴിക്കാം എന്നൊക്കെ അദ്ദേഹത്തിന് ഒന്ന് പറയണമെന്നുണ്ട്. തിരിച്ചു വീട്ടിൽ പോയി ഭാര്യയെ കാണണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്വാസകോശം വിറങ്ങലിച്ചു പോയതുപോലെ, നെഞ്ചിലാണെങ്കിൽ ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് വെച്ചതുപോലുള്ള ഭാരം. അദ്ദേഹം നെഞ്ചമർത്തി അവിടെ കുഴഞ്ഞ് വീണു. വീണിട്ട് അദ്ദേഹം പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുകയാണ്. കാര്യം, ശരീരത്തിന് താങ്ങാവുന്നതിലേറെ സമ്മർദ്ദം അദ്ദേഹം കൊടുത്തു. രാവിലെ മുതൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അദ്ദേഹം ഓടി അലഞ്ഞ് തിരിച്ചവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം ശരീരം തകർന്നു പോയിരുന്നു. അതിനൊരു പരിധിയുണ്ട്, ശരീരത്തിനൊരു പരിധിയുണ്ട്. ആ പരിധി അദ്ദേഹം ലംഘിച്ചു. മനസ്സിലെ ആഗ്രഹം, മനസ്സിലെ മനസ്സിലെ അത്യാഗ്രഹം ആ പരിധിയെ ലംഘിച്ചു. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു നീർക്കുമിളയാണ്, നീർപ്പോളയാണ്. അത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. നമ്മൾ അതിനെ ഒരുപാട് സമ്മർദ്ദം കൊടുക്കരുത്. തീരെ സമ്മർദ്ദം കൊടുക്കാതെയും ഇരിക്കരുത്, ഒരുപാട് സമ്മർദ്ദം ആകുകയും ചെയ്യരുത്. എന്തായാലും ഇദ്ദേഹം ഒരു പരിധി ലംഘിച്ചു, കണ്ടമാന സമ്മർദ്ദം കൊടുത്തു, അദ്ദേഹം അവിടെ മരിച്ചു വീണു. മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ എന്ത് വേണം? ഇദ്ദേഹത്തെ അടക്കം ചെയ്യണം. അപ്പൊ അവരെന്ത് ചെയ്തു? 6 അടി നീളത്തിലൊരു കുഴിയെടുത്തു. 6 അടി നീളത്തിലൊരു കുഴിയെടുത്ത് അതിൽ അടക്കിയിട്ട് അവർ പറഞ്ഞു, പാതി രാജ്യം ഓടിയെടുത്ത മനുഷ്യനാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജീവൻ പോലും ത്യജിച്ചത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് വെറും 6 അടി മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? 6 അടി മണ്ണാണ് ശരിക്കും ആത്യന്തികമായി എല്ലാവരെയും കാത്തിരിക്കുന്നത്. ആ 6 അടി മണ്ണ് മാത്രമാണ്. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഈ 6 അടി മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, അങ്ങനെ ഞാൻ പറയില്ല. ജീവിച്ചിരിക്കുമ്പോഴും 6 അടി മതി എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരിക്കലും അത് ഇങ്ങനെയല്ല, അല്ലേ? ഒരിക്കലും അത് പാതി രാജ്യവും നമുക്ക് വേണ്ട, 6 അടി മണ്ണും അല്ല. ഇതിനിടയ്ക്കൊരു ബാലൻസ് ഉണ്ടാവണം. അപ്പൊ ആഗ്രഹങ്ങളുടെ സ്വഭാവം ഈ ബാലൻസ് തെറ്റിക്കുക എന്നുള്ള. മനുഷ്യന് വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന, അവന്റെ ബുദ്ധി പറയും ജീവിതത്തിനൊരു സന്തുലനം വേണം, ഒരു ബാലൻസ് വേണം. ആഗ്രഹം പറയും നിങ്ങളെ പരമാവധി സ്ട്രെച്ച് ചെയ്യൂ, ആഗ്രഹങ്ങളുടെ പുറകെ പായൂ എന്ന് പറയും. ഇതാണ് ആഗ്രഹങ്ങളുടെ സ്വഭാവം. ആഗ്രഹങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഋഷി തുല്യനായ പ്രജ്ഞയുള്ള അദ്ദേഹം രചിച്ച കഥയാണ് ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. നമ്മൾ ആഗ്രഹങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കണം. ആഗ്രഹങ്ങൾ പറയുന്നത് പോലെ പോകുന്നതല്ല ജീവിതം. ആഗ്രഹങ്ങൾക്കെതിരെ പോകാൻ പറ്റും. ആഗ്രഹങ്ങൾ പറയുന്നത് ഞാൻ ഇനി കേൾക്കാനേ പോകുന്നില്ല, പകരം ഞാനൊരു ഞാനൊരു ശില പോലെ, ഞാനൊരു പർവ്വതം പോലെ നിലകൊള്ളും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? പ്രകൃതി എടുത്ത് ചുഴറ്റിടും എന്ന് പറയും ആര്? ശ്രീനാരായണ ഗുരു. പ്രകൃതി എടുത്ത് ചുഴറ്റുന്നത് പോലെ സുകൃതികൾ പോലും വലയുകയാണ് എന്നാണ് പറയുന്നത്. വലിയ സുകൃതം ചെയ്തവർ പോലും, വലിയ ധീരന്മാർ പോലും, പ്രകൃതി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ചുഴറ്റലുകളുണ്ട്, നമുക്ക് നോ പറയാൻ പറ്റില്ല. അങ്ങനെ ചുഴറ്റുന്ന പ്രകൃതിയുടെ മുമ്പിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ആഗ്രഹങ്ങൾ ഇല്ലാത്തതുപോലെ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. നേരെ മറിച്ച് ആഗ്രഹങ്ങൾ പറയുന്ന വഴിയിലൂടെ ഓടിക്കൊണ്ടിരുന്നിട്ടും കാര്യമില്ല. രണ്ടും നമ്മളെ തകർത്ത് കളയും. ആഗ്രഹങ്ങൾ സഫലീകരിക്കാതിരുന്നാൽ നമ്മൾ പൊട്ടി തകർന്നു പോകും. കാര്യം ഇത് തരുന്ന സമ്മർദ്ദം നമ്മളെ തകർത്ത് കളയും. എനിക്ക് ആഗ്രഹമേ ഇല്ല എന്ന് പറഞ്ഞ് ഇരുന്ന് സ്വപ്നം കാണും. അത് പ്രവർത്തിക്കാൻ പറ്റും. മിഥ്യാചാരൻ എന്നാണ് പറയുന്നത്. മിഥ്യാചാരൻ എന്ന് ഭഗവത്ഗീതയിൽ ഒരു വാക്കുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പുറമേ ആഗ്രഹം ഇല്ല എന്ന് പറയും, പക്ഷെ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അത് മിഥ്യയാണ്, ഒരുതരം മൗഢ്യമാണ്. ഇപ്പം കാശ് ഒട്ടും ഇല്ലാത്ത ആള് ദാരിദ്ര്യത്തെ പ്രകീർത്തിക്കും, ദാരിദ്ര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ്. അദ്ദേഹത്തിന്റെ വേറെ പൈസയൊന്നുമില്ല, ഞാനത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ധനം ഉണ്ടാക്കുന്ന രീതി അവർക്കറിയില്ല, അവർ ധനം ഉണ്ടാക്കിയിട്ടുമില്ല, എന്നിട്ടിരുന്ന് ദാരിദ്ര്യത്തെ ആദർശവൽക്കരിക്കും. അത് സത്യം പറഞ്ഞാൽ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു അനീതിയാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ രണ്ട് വശത്തേക്കും വീഴരുത്. ആഗ്രഹങ്ങൾ ഇല്ലാത്തതുപോലെ ജീവിക്കരുത്,
ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിതം അങ്ങോട്ട് ഒഴിഞ്ഞും വെക്കരുത്. രണ്ട് രീതിയും നമ്മളെ തകർത്ത് കളയും. അപ്പൊ ഇതിന് നടുക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ ഇപ്പോ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത്. ആഗ്രഹങ്ങളെ എപ്രകാരമാണ് നമ്മൾ സഫലീകരിക്കുക? അങ്ങനെ സഫലീകരിച്ചുകൊണ്ട് അതിന്റെ പിടി അയയണ്ടേ? കാര്യം എന്ന് വെച്ചാൽ ഈ ആഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം പോലെയാണ്. ഭക്ഷണം നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഈ ആഗ്രഹങ്ങൾ ഭക്ഷണത്തെ അനുകരിച്ചാണ് വരുന്നത്. ഭക്ഷണം കുറച്ച് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇനി എനിക്ക് ജീവിതത്തിലെ ഈ ഭക്ഷണം വേണ്ട എന്ന് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. 5 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിശക്കും. അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിശക്കും. ചിലർക്കൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞ് വിശക്കും. അപ്പോ അപ്പം ഇതുപോലെയാണ് ആഗ്രഹങ്ങൾ. ഒരിക്കൽ നമ്മളത് സാധിച്ചു. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ ആഗ്രഹം അവിടെയുണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് മറ്റൊന്നും ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് നമ്മളൊന്നും ചെയ്യില്ല. നമ്മുടെ സമയത്തിന്റെ സിംഹഭാഗവും ആഗ്രഹങ്ങൾ കൈയടക്കും. അപ്പൊ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ 2 വഴിയാണ് ആഗ്രഹങ്ങളെ ജയിക്കാൻ. ഒന്ന് നിരസിക്കുക, നിരാസം. ശരിയായ തരത്തിലുള്ള നിരാസം നമ്മളെ ശക്തരാക്കും. മനസ്സിലായോ? നിരാസത്തിലൂടെ ശക്തി ആർജിക്കുക എന്നൊരു രീതിയുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ പണ്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ആദ്യം ബ്രഹ്മചര്യ പഠിപ്പിക്കുന്നത്. അത് ഏൻഷ്യന്റ് ഇന്ത്യയിലാണ്. പൗരാണിക ഭാരതത്തിലെ രീതിയാണ്. ആദ്യം തന്നെ നിരാസം പഠിപ്പിക്കും. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ 12 വയസ്സിലൊക്കെ നമ്മൾ 10-12 വയസ്സിൽ നമ്മൾ എവിടെ എത്തും? ഗുരുകുലത്തിലെത്തും. ഗുരുകുലത്തിലെത്തിയാൽ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് നിരാസത്തിലൂടെ ശക്തി. നിരാസം ശക്തിയാണ്. നോ പറയുന്നത് ശക്തിയാണ് എന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ കിടക്കുന്നത് പരിപരുത്ത നിലത്തായിരിക്കും. ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ജോലി എടുക്കേണ്ടതായി വരും. ഉറക്കം വളരെ നിയന്ത്രിതമായിരിക്കും. ഗുരു പറയുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കേണ്ടി വരും. ഭക്ഷണം ഒട്ടും ആഡംബരമില്ലാത്ത ഭക്ഷണമായിരിക്കും. ഉപ്പ്, പുളി തുടങ്ങിയ രസങ്ങൾ ഒരുപക്ഷെ വർജിച്ചിരിക്കാം. അതല്ലെങ്കിൽ നാമമാത്രമായിരിക്കാം. ഞാൻ ആശ്രമത്തിൽ 2 കൊല്ലം ജീവിച്ച ആളാണ്. അവിടെ നല്ല ഭക്ഷണമാണ്. പക്ഷെ പുളി, ഉപ്പ്, എരിവ് തുടങ്ങിയ രസങ്ങൾ ഉണ്ടാവില്ല. നല്ല ഭക്ഷണമാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആസ്വദിച്ചു. കാര്യം പ്രകൃതി ജീവനൊക്കെ മുൻപ് തന്നെ പരിശീലിച്ചിട്ടുള്ളത് കൊണ്ട് പുളിയും ഉപ്പും എരിവും കുറഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ അത് സ്വഭാവത്തിൽ നല്ല മാറ്റം വരുത്തും. ഞാൻ ശ്രദ്ധിച്ചു. ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ മനസ്സ് ശാന്തമായി തുടങ്ങി. ഈ സാത്വിക ഭക്ഷണത്തിലൂടെ പോയി കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ അലകൾ അടങ്ങിയ കടൽ പോലെ മനസ്സ് ശാന്തമാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചാൽ നമ്മൾ സാത്വികരാകുന്നത്. തെറ്റാണ്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് സാത്വികരാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണമല്ല. സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉപ്പ്, എരിവ്, പുളി തുടങ്ങിയ രസങ്ങളില്ലാത്ത, പാകം ചെയ്ത് ഇത്ര നേരത്തിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന, അതിനൊരു നേരമുണ്ട്. ആ നേരത്തിനുള്ളിൽ തന്നെ അത് കഴിച്ചിരിക്കണം. അതിനെയാണ് നമ്മൾ സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനത്തെ സാത്വിക ഭക്ഷണം കഴിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശാന്തത പരിശീലിക്കുകയുണ്ടായി. ശാന്തി എന്താണ് എന്ന് നമ്മൾ അറിയുകയുണ്ടായി. ശരി. അപ്പോ ആഗ്രഹങ്ങളെ അതിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ആഗ്രഹങ്ങളെ നിരസിച്ചതുകൊണ്ട്, നിരാസം പഠിപ്പിച്ച് വഴിയാണ്. നിരാസത്തിലൂടെ നമുക്ക് ശക്തി ആർജിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തെ ജയിക്കാൻ പഠിപ്പിക്കും. ഭക്ഷണത്തിന്റെ സ്വാദിനെ ജയിക്കാൻ പഠിപ്പിക്കും. വസ്ത്രത്തോടുള്ള നമ്മുടെ ആഗ്രഹത്തെ നിയന്ത്രിക്കും. കാര്യം ഒരു നിറത്തിലുള്ള വസ്ത്രമേ അവിടെ ധരിക്കാൻ സമ്മതിക്കുകയുള്ളൂ ഗുരുകുലത്തിൽ വെച്ച്. വെള്ള നിറത്തിലുള്ള വസ്ത്രമായിരിക്കും നമ്മളെ ധരിപ്പിക്കുക. ആ രീതിയിൽ നമ്മൾ വസ്ത്രങ്ങളോടുള്ള നമ്മളുടെ ആ ഒരു ക്രേവിങ്, അല്ലെങ്കിൽ ആ ഒരു അത്യമായ ഒരു ഉത്കടമായ അഭിലാഷം, അതിനൊക്കെ അവർ തടയിടും. ഈ രീതിയിലാണ് നമ്മളെ ആദ്യം ബ്രഹ്മചര്യത്തിലൂടെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം മാത്രമാണ് 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ വിവാഹ ജീവിതത്തിലേക്ക് ആനയിക്കുന്നത് പൗരാണിക ഭാരതത്തില്. അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു വന്നു? നിരാസത്തിലൂടെ നമ്മൾ ശക്തി ആർജിച്ചു കഴിഞ്ഞു. ഉറക്കത്തെ നമ്മൾ ജയിച്ചു. ഭക്ഷണത്തിനോടുള്ള ആസക്തിയെ ജയിച്ചു. വസ്ത്രത്തോടുള്ള ആസക്തിയെ ജയിച്ചു. സുഖത്തോടുള്ള നമ്മുടെ ആസക്തിയെ നമ്മൾ ജയിച്ചു.
ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള അനുഭവം പോലും നമുക്ക് നിറവ് തരും. നമ്മള് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളാണ് നമ്മളുടെ മാസ്റ്റർ. എപ്പോൾ എഴുന്നേൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം, എന്ത് കഴിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കണ്ടേ, എന്ത് വസ്ത്രം ധരിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൂർവ്വ സംസ്കാരം, ബ്രഹ്മചര്യത്തിന്റെ സംസ്കാരം ഉള്ളിൽ കിടക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സംതൃപ്തിയിലെത്തും. അല്പം സ്വാദുള്ള ഭക്ഷണം പോലും നമുക്ക് സംതൃപ്തി തരും. അല്പം ഒരു നിറമുള്ള വസ്ത്രങ്ങൾ പോലും നമുക്ക് സന്തോഷം തരും. അതുപോലെ നമുക്ക് ഉറക്കവും നമുക്ക് സംതൃപ്തി തരും. പിന്നീട് നമ്മൾ പോകുന്നത് വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കുമാണ്. അത് ത്യാഗത്തിന്റെ വഴിയാണ്, അത് നിരാസത്തിന്റെ വഴിയാണ്. അപ്പൊ അവിടെ നമ്മൾ സന്തോഷത്തോടു കൂടി നിരാസത്തിലേക്ക് എത്തും. എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ച്, കാര്യം ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നിരാസത്തിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബ്രഹ്മചര്യത്തിൽ നമ്മൾ നിരാസം പഠിച്ചതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ നമ്മൾ എന്തിനേക്കാണോ നിരസിച്ചത് അതെല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ അനുഭവിക്കും. നമ്മൾ ബ്രഹ്മചര്യ കാലത്ത് എന്തിനേക്ക് വേണ്ടെന്ന് വെച്ചോ അതെല്ലാം നമുക്ക് യഥേഷ്ടം ഗൃഹസ്ഥാശ്രമത്തിൽ അനുഭവിക്കാം. പക്ഷെ അങ്ങനെ അനുഭവിക്കുമ്പോൾ അത് വിടാൻ വേണ്ടിയിട്ടായിരിക്കണം പിടിക്കണത്. പിടിക്കാൻ വേണ്ടി പിടിക്കരുത്, വിടാൻ വേണ്ടി പിടിക്കണം. വിടുന്നത് എപ്പോഴാണ്? അടുത്ത ഘട്ടത്തിൽ, സന്യാസം അല്ലെങ്കിൽ വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിൽ നമുക്കത് സുഖമായി വിടാൻ പറ്റും. കാര്യം നമ്മൾ തുടങ്ങിയത് വിട്ടോണ്ടാ, തുടങ്ങിയത് ത്യാഗത്തിലായതുകൊണ്ട് വാനപ്രസ്ഥത്തിൽ നമുക്ക് ത്യാഗത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ പറ്റും. ഇത് ഒരു വഴി, ഇതാണ് നിരാസത്തിലൂടെ. പക്ഷെ ഇതിനി പ്രായോഗികമാവുമോ? നമ്മൾ ഈ ഇരിക്കുന്ന എത്ര പേര് ബ്രഹ്മചര്യം പരിശീലിച്ചിട്ടുണ്ട് 12 വയസ്സിന് ശേഷം? ഈ ഇരിക്കുന്നതിൽ എത്ര പേര് ഗുരുകുലത്തിൽ പോയിട്ടുണ്ട്? ഞാൻ ഗുരുകുലത്തിൽ പോയത് 12 വയസ്സിലൊന്നും അല്ല. ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, ഇതിനോടുള്ള ഒരു അഭിനിവേശം കൊണ്ട് പോയതാണ്. അതെല്ലാം കളഞ്ഞിട്ട്. പക്ഷെ പോകേണ്ടത് അപ്പോഴല്ല. പോകേണ്ടത് ഈ ലോകം എന്താണെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് പോകണം. ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കിട്ടണ, ഈ ലോകത്തോട്ട് എക്സ്പോസ്ഡ് ആകുന്നതിന് മുമ്പ് നമ്മൾ എവിടെ എത്തണം? ഗുരുവിന്റെ അടുത്ത് എത്തിയിരിക്കണം, ഗുരുകുലത്തിൽ എത്തിയിരിക്കണം. ഗുരുകുലത്തിലെത്തി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കട്ട് ഓഫ് ആയി ഗുരുകുലത്തിലെത്തി അവിടെ വെച്ച് നമ്മൾ പരിശീലിപ്പിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നിരാസത്തിലൂടെ നമുക്ക് എന്ത് കിട്ടൂ? ശക്തി കിട്ടൂ. അല്ലെങ്കിലോ കതിരിൽ കൊണ്ട വളം വെച്ചതുപോലെ ഇരിക്കും. കതിരിൽ കൊണ്ട വളം വെച്ചിട്ട് എന്ത് കാര്യം? 30 വയസ്സിലും 40 വയസ്സിലും നിരാസം പഠിപ്പിച്ചാലുണ്ടല്ലോ മനുഷ്യനെ വട്ടായി പോകും. അപ്പോഴേക്കും നമ്മൾ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. നമ്മൾ ലോകത്തിന്റെ അനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നിരസിക്കാൻ പറ്റില്ല. അത് വലിയ ഒരു നദിയെ നമ്മൾ ചിറകെട്ടി തടയുന്നത് പോലെ ഇരിക്കും. ആ നദി ചിറയെയും തകർക്കും, നമ്മളെയും തകർക്കും. പിന്നെ എന്താണൊരു വഴി? തന്ത്രം പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ട്. എന്താണത്? നിരാസത്തിൻ്റെതല്ല, പിന്നെയോ സ്വീകാര്യത്തിന്റെ. ഏതനുഭവമാണോ നമുക്ക് ചെയ്യാനുള്ളത് ആ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുക, ധൈര്യത്തോടെ കടന്നു ചെല്ലുക. ഏതനുഭവമാണോ നമ്മളെ മാടി വിളിക്കുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ശക്തമായി നിൽക്കുന്ന, അതിശക്തമായി നിൽക്കുന്ന ഒരു ആഗ്രഹത്തെ എടുക്കുക. നമുക്ക് അതിൽ നിന്ന് ഒരേപോലെ പുറത്തു വരണമെന്നുണ്ട്, പക്ഷെ ആ ആഗ്രഹത്തോട് നമുക്ക് വലിയ ഇഷ്ടമാണ്. ആ ആഗ്രഹം അനുഭവിക്കാനുള്ള താല്പര്യം വീണ്ടും വീണ്ടും മനസ്സിൽ ജനിക്കുന്നുമുണ്ട്. എന്നാൽ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കിടക്കാനുള്ള വഴിയാണ് അതിനെ നേരിട്ട്, അതൊരിക്കലും ആഗ്രഹമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്, അനുഭവിച്ചേക്കുക. അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂ. നിരാസത്തിനുള്ള വഴി ഉണ്ടായിരുന്നു, അതെപ്പോഴോ കഴിഞ്ഞുപോയി. നിരാസത്തിലേക്ക് ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നു നമുക്ക്, അത് നല്ലതായിരുന്നു. ഇനി അതില്ല. ജീവിതത്തിന്റെ അർദ്ധപകുതിയിലും അതിനുശേഷവും നിരാസം പരിശീലിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ അനുഭവിച്ചേ നമുക്ക് ഇതിൽ നിന്ന് പോകാൻ പറ്റും. അനുഭവത്തിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റൂ. അതിന് ധൈര്യം വേണം, ആർജവം വേണം. അനുഭവിക്കുക. എങ്ങനെയാണ് അനുഭവത്തിലൂടെ കടന്നു പോവുക? അത് മാത്രമാണ് പഠിക്കേണ്ടത്. അനുഭവത്തിൽ എങ്ങനെ അനുഭവിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. തന്ത്രത്തിലെ ഒരു ടെക്നിക്കാണത്. തന്ത്രത്തിലെ ഒരു വിദ്യയാണ് അനുഭവിച്ച് അതിജീവിക്കുക എന്ന് പറയും. രാമകൃഷ്ണദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ അധികാരം നോക്കി പകർന്നു കൊടുത്തിട്ടുള്ള ഒരു വിദ്യയാണിത്, സ്വീകാര്യത്തിന്റെ. നമ്മൾ എന്തിനാണോ അതിജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിനെ പോയി കെട്ടിപ്പിടിക്കണം. അതിന് 100% കൊണ്ട് അനുഭവിച്ചോണം. രാമകൃഷ്ണദേവന്റെ ഒരു ശിഷ്യന്റെ പേരാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ബംഗാളിലെ പ്രശസ്തമായ ഒരു നാടക സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. ബംഗാളി നാടക ലോകത്തിന്റെ പിതാവെന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചത് രാമകൃഷ്ണദേവനാണ്. ഈ രീതി ഉപയോഗിച്ചിട്ടാണ്, ഈ സ്വീകാര്യത്തിന്റെ രീതി ഉപയോഗിച്ചിട്ടാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് വളരെ ബൊഹീമിയൻ ആയിട്ടുള്ള ഒരു കലാകാരന്റെ ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർവ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം ജീവിച്ചു. മദ്യവും മദിരാശിയും ഒക്കെ ആയിട്ട് തന്റെ യൗവനം ആഘോഷിച്ച, കൽക്കട്ടയിൽ തന്റെ യൗവനം ആഘോഷിച്ച ഒരാളായിരുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷ്. അതേസമയം ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ ഉള്ളിൽ എന്തിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? ആത്മീയതയോടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒരേ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം കൂടുതലും അദ്ദേഹത്തിന്റെ ജീവിതം ആ യൗവനത്തിന്റെ തിളപ്പുള്ളത് കൊണ്ട് അദ്ദേഹം അവിടേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മദ്യാസക്തി വളരെ പ്രശസ്തമാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ മദ്യാസക്തി വളരെ പ്രശസ്തമാണ്. അദ്ദേഹം ഒരു പേരുകേട്ട മദ്യപനാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. അപ്പോ ഇദ്ദേഹവും രാമകൃഷ്ണദേവനും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇദ്ദേഹം രാമകൃഷ്ണദേവനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് രാമകൃഷ്ണദേവനോട്, പരമഹംസരോട് പ്രത്യേകിച്ച് ബഹുമാനമൊന്നും തോന്നിയിട്ടില്ല. അദ്ദേഹം എല്ലാവരെയും സ്കെപ്റ്റിക്കലായിട്ടാണ് നോക്കുന്നത്. സംശയത്തിന്റെ കണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ഇവരെയൊക്കെ നോക്കുന്നത്, ഈ മിസ്റ്റിക്കുകളെയൊക്കെ. രാമകൃഷ്ണദേവനിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും കാണാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിന് കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ. അപ്പൊ ഈ സുഹൃത്തിന്റെ അച്ഛൻ രാമകൃഷ്ണദേവന്റെ ശിഷ്യനാണ്. അച്ഛൻ അന്ന് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. അപ്പൊ സുഹൃത്തിനെ കാണാനെത്തിയ ഗിരീഷ് ചന്ദ്ര ഘോഷ് കാണുന്നത് രാമകൃഷ്ണദേവനെയാണ്. പെട്ടു. അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ. പക്ഷെ അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പൊ രാമകൃഷ്ണദേവൻ അവിടെ ഇരുന്നിട്ട് ട്രാൻസിലേക്ക് പോകുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ദേഷ്യം വന്നു. ഈ മനുഷ്യൻ എന്തായി കാണിക്കുന്നു? അദ്ദേഹം എന്താ നമ്മളെ പോലെ പെരുമാറാത്തെ? അദ്ദേഹം എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സ് സംശയിക്കാൻ തുടങ്ങി. അപ്പൊ രാമകൃഷ്ണദേവൻ ദീർഘനേരം സമാധിയിലിരുന്നു. അപ്പോ വൈകുന്നേരം 6 മണി 6:30 അമ്പലത്തിലൊക്കെ മണി മുഴങ്ങി. അപ്പം ഗ്രഹനാഥൻ പോയി പെട്ടെന്ന് വിളക്ക് കത്തിച്ചു. അപ്പൊ പെട്ടെന്ന് രാമകൃഷ്ണദേവൻ കണ്ണു തുറന്നിട്ട്, ഈശ്വര ദൈവമേ, ഇത് സന്ധ്യയായോ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു. അദ്ദേഹം വന്നത് രാവിലെ കണ്ട. സന്ധ്യ ആയതൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ഇരുന്നു പോയി. അദ്ദേഹം ഇങ്ങനെ മറ്റേതോ ലോകത്തായിപ്പോയി, സമാധിയിലായി. അപ്പൊ ഇത് കണ്ടപ്പം ഗിരീഷ് ചന്ദ്രഘോഷിന് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ എന്തൊരു നുണയനാണിത്, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു ഇത് സന്ധ്യ ആകുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു, വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു, സന്ധ്യ ആയപ്പോഴും ഞങ്ങൾ ബോധത്തോടുകൂടി ഇവിടെ ഉണ്ട്. ഈ മനുഷ്യൻ നമുക്കാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ അഭിനയിക്കുകയാണ്. സന്ധ്യയായോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക പോലും ഉണ്ടായി അന്ന് ഗിരീഷ്. പക്ഷെ രാമകൃഷ്ണദേവൻ അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. രാമകൃഷ്ണദേവൻ ഒരു നോട്ടം മാത്രം നോക്കി അത് വിട്ടു. പിന്നീട് ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി. അതും ഇതുപോലെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നതാ. അവിടെ ചെന്നപ്പോ അവിടെ ഉണ്ട് രാമകൃഷ്ണദേവൻ. ഇത് വലിയ ശല്യായ എന്നൊക്കെ വിചാരിച്ചത് ഗിരീഷ്. എവിടെ ചെന്നാലും ഈ മനുഷ്യനാണല്ലോ. അപ്പം ഗിരീഷ് എന്നാ അവിടെ ഇരുന്നു. അവിടെ രാമകൃഷ്ണദേവൻ അന്ന് കണ്ട ആളെ അല്ല. അന്ന് മുഴുവൻ സമയവും സമാധിയിൽ ഇരുന്നെങ്കിൽ ഇന്ന് ഒരു നിമിഷം പോലും സമാധിയിൽ പോയില്ലെന്ന് മാത്രമല്ല, ഫുൾ ടൈം ജോക്സ് ആണ്, തമാശയാണ്. ഇത്രയും തമാശയൊക്കെ അറിയാവോ ഇങ്ങേർക്ക് എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം അവിടുത്തെ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ വർത്തമാനം പറയുന്നു. അപ്പൊ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഈ ഇത്രയൊക്കെ വലിയ സിദ്ധപുരുഷനാണ് അല്ലെങ്കിൽ ആത്മീയനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് സ്ത്രീകളോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം കൂടി ഗിരീഷിന് വന്നു. അദ്ദേഹം സ്ത്രീകളോട് ഒരു മറയുമില്ല, ഒരു മടിയുമില്ലാതെ അന്യ സ്ത്രീകളോട് പോയിരുന്ന് സംസാരിക്കുന്നു, അവരോട് തമാശ പറയുന്നു, ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നു, ഇടപഴകുന്നു. ഈ മനുഷ്യന് കുറച്ചുകൂടിയൊക്കെ ഒരു അച്ചടക്കം കാണിച്ചുകൂടെ എന്നൊക്കെ സംശയിച്ചു. അങ്ങനെ 2 കണ്ടുമുട്ടലും വ്യർത്ഥമായി തീർന്നു. മൂന്നാമത് ഇവര് കണ്ടുമുട്ടുന്നത് ഗിരീഷ് ചന്ദ്രഘോഷ് എഴുതി സംവിധാനം ചെയ്ത ചൈതന്യ ലീല എന്ന് പറയുന്ന ഒരു നാടകം കാണാൻ വേണ്ടി രാമകൃഷ്ണദേവൻ വന്നു സ്റ്റാർ തിയേറ്ററിൽ. അത് രാമകൃഷ്ണദേവന്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ദിവസമായിരുന്നു. രാമകൃഷ്ണദേവൻ അത് കണ്ട് കരഞ്ഞു. ഈ ചൈതന്യ ലീല കണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഗിരീഷിനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷ് വന്നിട്ട് പറഞ്ഞു, അസ്സലായിരിക്കണം എന്ന് പറഞ്ഞു. നാടകം അസ്സലായിരിക്കണം, നിന്റെ ഉള്ളില് എന്തൊക്കെയോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതിൽ അഭിനയിച്ച ആളെ വിളിച്ച് അനുമോദിച്ചു, ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. രാമകൃഷ്ണദേവൻ മുഴുവൻ സമയം കരയുമായിരുന്നു ചൈതന്യ ലീല അമൃതം. അപ്പൊ ഈ ഒരു കാഴ്ച ഗിരീഷിന്റെ ഉള്ളിൽ എവിടെയോ തട്ടി. കരയുന്ന രാമകൃഷ്ണദേവനെ കണ്ടപ്പോ ഗിരീഷിന്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു അനക്കം ഉണ്ടായി.
ഏതായാലും ഗിരീഷിന് രാമകൃഷ്ണദേവനെയും ചെറുതായിട്ട് മനസ്സിലായി, രാമകൃഷ്ണദേവന് ഗിരീഷിനെയും മനസ്സിലായി. ഇത്രയും മനോഹരമായിട്ടൊരു തിരക്കഥ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു കഥ സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഗിരീഷിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അദ്ദേഹം ഗിരീഷിലേക്ക് സൂക്ഷിച്ചു നോക്കി അന്ന്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം കുതിരവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗിരീഷ് വഴിയിലൂടെ നടന്നു പോകുന്നു. റോഡിലൂടെ നടന്നു പോകുന്ന ഗിരീഷിനെ രാമകൃഷ്ണദേവൻ ഉറക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഗിരീഷ് ചന്ദ്രഘോഷിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിലൂടെ ഗിരീഷ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗിരീഷിന്റെ വീട്ടിൽ പ്രശ്നം, ഗിരീഷിന്റെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നം, അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമായിരുന്നത്. അദ്ദേഹം യാതനയിലൂടെ കടന്നു പോവുകയായിരുന്നു. മനസ്സിലാണെങ്കിൽ ഞാൻ എവിടെയും എത്തുന്നില്ല, ഭൗതികതയിൽ ഞാൻ എവിടെ എത്തുന്നില്ല, ആത്മീയതയിൽ ഞാൻ എവിടെ എത്തുന്നില്ല. ശരിക്കും ഇതൊക്കെ എന്താണ്? ഈശ്വരൻ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ലോകത്തിനൊരു അർത്ഥമുണ്ടോ? ഇത്തരത്തിലുള്ള ഭൗതികവും ആത്മീയവുമായ സംശയങ്ങളും ചോദ്യങ്ങളും ആയിട്ട് അദ്ദേഹം വലഞ്ഞ് കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് രാമകൃഷ്ണദേവൻ അദ്ദേഹത്തെ പോയി വിളിക്കുന്നത്. അന്ന് രാമകൃഷ്ണദേവനോട് കാണാൻ വേണ്ടി ഇദ്ദേഹം എത്തി. അന്നാണ് പ്രശസ്തമായ ആ ഒരു അനുഭവം ഉണ്ടായത്. രാമകൃഷ്ണദേവൻ ട്രാൻസിൽ ഇരിക്കുകയാണ്, അദ്ദേഹം സമാധിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത് വിവേകാനന്ദ സ്വാമിയുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഗിരീഷ് ചോദിച്ചു, ഏത് വൈനാണ് കുടിച്ചത് എന്ന് ചോദിച്ചു. കാര്യം ഇദ്ദേഹം മദ്യപാനിയാണ്, ഗിരീഷ് മദ്യപാനിയാണ്. അപ്പൊ മറ്റൊരാൾ ഇതുപോലെ ആകുന്നത് മദ്യം കുടിച്ചാൽ മാത്രമേ ആകൂ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ട് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ ഒരു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക രാമകൃഷ്ണദേവൻ. അപ്പൊ വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു, ഏത് വൈനാണ് കുടിച്ചത് നിങ്ങളുടെ ഗുരു എന്ന് ചോദിച്ചു. അപ്പൊ വിവേകാനന്ദ സ്വാമി പറഞ്ഞ മറുപടി അതിപ്രശസ്തമാണ്. നോ വൈൻ ബട്ട് ഡിവൈൻ എന്നാ പറഞ്ഞത്. വൈൻ അല്ല, ഡിവൈൻ ആണ് അദ്ദേഹം കുടിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഗിരീഷ് രാമകൃഷ്ണദേവന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയുണ്ടായി. പാദങ്ങളിൽ നമസ്കരിച്ച് ഗുരു എന്താണെന്നും മന്ത്രം എന്താണെന്നും ജീവിതത്തിൽ ആധ്യാത്മികമായ സാധനകൾ എന്താണെന്നും ഒക്കെ അന്ന് അവര് പരസ്പരം ചർച്ച ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ഗിരീഷ് പറഞ്ഞത്, എനിക്ക് അങ്ങ് എന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്നു, എന്നോടത്ത് ഒരുപാട് കരുണ കാണിക്കുന്നു, പക്ഷെ എനിക്ക് മദ്യമില്ലാതെ അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളില്ലാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ഗുരുദേവനെ അടുത്തോട്ട് വിളിച്ച് കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഗിരീഷ, നീ ഒരിക്കലും നിരാശനാവരുത്. നീ പുറമേയുള്ള നിന്റെ ജീവിതം മാത്രമേ നിനക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഒരു ഗുരുവായ എനിക്ക് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി കാണാൻ സാധിക്കുന്നു. നിന്റെ ഉള്ളിൽ അതിഗംഭീരമായ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കാത്ത് ദേവി നിന്നെ കാത്തു നിൽക്കുന്നു. ദേവി നിന്നെ കാത്ത് കടവിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു ഗിരീഷ എന്ന് പറഞ്ഞു. അപ്പൊ ഗിരീഷിന് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും പാപിയായ ഞാൻ എങ്ങനെയാണ് ദേവിയുടെ അടുത്തെത്തുന്നത്, അല്ലെങ്കിൽ സത്യത്തിന്റെ തീരത്തെത്തുന്നത്? അവിടെ വെച്ച് രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇനി ഒരാഗ്രഹവും നീ വേണ്ടാന്ന് വെക്കരുത്. എനിക്കറിയാം നീ എന്റെ മുമ്പിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്നുണ്ട്, എന്റെ മുമ്പിൽ ഒരു നല്ല നല്ല ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ കാമിനീ കാഞ്ചനങ്ങളെ ത്യജിക്കണമെന്ന് പറയുമ്പോൾ നീ എങ്ങനെയാണ് അതൊക്കെ എന്നോട് തുറന്നു പറയുക എന്ന് പേടിക്കുന്നതൊക്കെ എനിക്കറിയാം. നിനക്ക് മാത്രമായിട്ട് ഞാൻ ഒരുപാട് ഇളവുകൾ തരാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും കൂട്ടത്തിൽ നീ ഉണ്ട്. പക്ഷെ ഈ ശിഷ്യന്മാർക്ക് ആർക്കും ഇല്ലാത്ത ഒരാനുകൂല്യം ഞാൻ നിനക്ക് തരാൻ പോവുക. മദ്യവും നിനക്ക് ഇഷ്ടമുള്ള മറ്റൊന്നും തന്നെ ഞാൻ വിലക്കില്ല. നീ ഇതുവരെ പരിശീലിച്ചതൊന്നും, ഇതുവരെ ശീലിച്ചതൊന്നും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. നീ അതെല്ലാം ആസ്വദിച്ചോളൂ, എല്ലാം ആസ്വദിച്ചോളൂ. നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ നീ ചെയ്തു. ഞാൻ ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല. ഞാനാ പറയുന്നത്, രാമകൃഷ്ണദേവനാ പറയുന്നത്. കാമിനീയ കാഞ്ചനങ്ങളെ ത്യജിക്കാൻ ഈ ലോകത്തെ പഠിപ്പിച്ച ആള് തന്നെയാണ് നിന്നോട് പറയുന്നത്, നീ ഇതൊന്നും ത്യജിക്കണ്ട. നിനക്ക് എന്താന്ന് വെച്ചാൽ ആഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചോളൂ. ഒറ്റ കാര്യം മാത്രം ചെയ്യുക, നിന്റെ മുക്തിയാർ എനിക്ക് തരിക, നിന്റെ പവർ ഓഫ് അറ്റോണി എനിക്ക് തരിക. അപ്പം അവസാനം പറഞ്ഞത് ഇദ്ദേഹത്തെ ഞെട്ടിച്ചു. അപ്പം ഗിരീഷ് ചോദിച്ചു, എന്താണ് ഈ മുക്തിയാർ എന്നുള്ളത്, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, നീ ഇനി എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിക്കണം. നീ ഇനി എന്ത് ചെയ്യുമ്പോഴും ഓർത്തുകൊള്ളുക, നീ അല്ല അത് അനുഭവിക്കുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്. അതിന്റെ കർത്തൃത്വവും അതിന്റെ ഭോക്തൃത്വവും നീ എനിക്ക് തരിക. അത് പാപമാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തു ആ പാപം, നിന്നെ ഞാൻ രക്ഷിച്ചോളാം. അതിന്റെ മുക്തിയാർ എനിക്ക് തന്നേക്കുക, അതിന്റെ പവർ ഓഫ് അറ്റോണി എനിക്ക് തന്നേക്കുക. നീ കേവലം ഒരു ഉപകരണം മാത്രമായിട്ട് അവിടെ നിന്നാൽ മതി. ഇത് ആരോട് പറഞ്ഞതാണ്? ദ്വാപരയുഗത്തില്, കലിയുഗത്തിന്റെ ആരംഭത്തിൽ ആരോട് പറഞ്ഞതാണ്? കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ അതേ വാക്യം, മാ മനുസ്മര യുദ്ധജ എന്ന് പറഞ്ഞ അതേ വാക്യമാണ്
ഗിരീഷ് ചന്ദ്രഘോഷിനോട് പറയണത്, നീ എന്നെ ഓർത്തോ, എന്നെ ഓർത്തുകൊണ്ട് നീ മദ്യപിച്ചു. ഇവിടെ യുദ്ധത്തിന് പകരം മദ്യം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നീ എന്നെ ഓർത്തുകൊണ്ട് നിനക്ക് എന്താണോ ഇഷ്ടം അതങ്ങോട്ട് ചെയ്തു, ഒന്നിനും നിനക്ക് വിലക്കില്ല. മാമനുസ്മര യുദ്ധേജ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഗിരീഷിന് ആദ്യം സന്തോഷം തോന്നി, പിന്നെ അദ്ദേഹം ആകെ ആശങ്കയിലായി. ഏതായാലും അദ്ദേഹം പിന്നീട് ഇത് തന്നെ ചെയ്തു. അദ്ദേഹം പോയി മദ്യപിക്കുമ്പോൾ രാമകൃഷ്ണദേവനെ ഓർത്തുകൊണ്ട് മദ്യപിക്കും. അതുപോലെ എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തിനൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം ചെയ്തു. രാമകൃഷ്ണദേവന്റെ ശിഷ്യനായിരിക്കുമ്പോൾ ചെയ്തു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു. കയ്യിൽ വൈൻ ബോട്ടിലുമായിട്ട് അദ്ദേഹം വരും. ഒരു ദിവസം അദ്ദേഹം വൈൻ ബോട്ടിലുമായിട്ട് വന്ന് വൈൻ ബോട്ടിൽ കുതിരവണ്ടിയിൽ വെച്ച് മറന്നു, കുതിരവണ്ടി തിരിച്ചുപോയി. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം പോയി ഇദ്ദേഹത്തിന് ഒരു കുപ്പി വാങ്ങിക്കൊടുക്ക്, കുപ്പിയില്ലാതൊന്നും എന്റെ ശിഷ്യൻ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യൻ പോയി കുപ്പി മേടിച്ചോണ്ട് വന്നു, വൈൻ ബോട്ടിൽ മേടിച്ച അവസാനം ഗിരീഷിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പം ഗിരീഷ് അതും എടുത്തോണ്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ നേരത്ത് പറഞ്ഞു, ഗിരീഷ് എങ്ങനെ വാ, എന്റെ മുമ്പിലിരുന്ന് കുടിച്ചാൽ മതി, എനിക്ക് കാണണം നീ കുടിക്കുന്നത്. ഇതാണ് ഇതാണ് താന്ത്രിക ഗുരു. പഞ്ചമകാരങ്ങളുണ്ട്. നമ്മൾ അറിയാത്തൊരു രാമകൃഷ്ണദേവനുണ്ട്. വചനാമൃതത്തിലൂടെ നമ്മൾ അറിഞ്ഞ രാമകൃഷ്ണദേവൻ അല്ലാത്ത ഒരാളുണ്ട്. ആ രാമകൃഷ്ണദേവൻ അപൂർവമായിട്ട് അദ്ദേഹത്തിന്റെ മുഖം ഇതുപോലെ അനാവൃതമായിട്ടുള്ളൂ. ഇതിപ്പോ ഗിരീഷിന്റെ അടുത്താണ് അത് അനാവൃതമായത്. രാമകൃഷ്ണദേവൻ പറഞ്ഞു, നീ അവിടെ നിന്ന് എന്റെ മുമ്പിൽ ഇരുന്ന് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ രാമകൃഷ്ണദേവന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം വൈൻ കുടിച്ചു. മറ്റൊരു ശിഷ്യന് ഈ ആനുകൂല്യം ഇല്ല കേട്ടോ. ബാക്കി എല്ലാവരോടും നിരാശ പറഞ്ഞേക്കുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ അടക്കം നിരാശ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ഗിരീഷിന് മാത്രം ഉള്ള പ്രത്യേക നിയമമാണ്. പറയപ്പെടുന്നത് ഗിരീഷ് മെല്ലെ മെല്ലെ ഇതിൽ നിന്ന് പുറത്തു വന്നു. ഗിരീഷ് പിന്നെ മദ്യപിച്ചിട്ടില്ല, ഉടനെ ഒന്നും വന്നില്ല. പക്ഷെ ഈ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് ഗുരുദേവന്റെ മുമ്പിൽ ഇരുന്ന് മദ്യപിച്ചതോടുകൂടി ഇദ്ദേഹം തന്റെ ആഗ്രഹങ്ങളിൽ നിന്നല്ല, മദ്യം വെറും ഒരു ഉപലക്ഷണം മാത്രമായിട്ടാണ് പറയണേ. മദ്യം, മദിരാശി, സകല അദ്ദേഹത്തിന്റെ ഭോഗങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഇദ്ദേഹം പുറത്തു വന്നു. ഗിരീഷ് ശിഷ്ടജീവിതം, അതായത് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പുള്ളിക്ക് അങ്ങനെ പോയി. ശിഷ്ടജീവിതത്തിൽ അദ്ദേഹത്തിന് ഇതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈ ഊന്നുവടികളുടെ ഒന്നും ആവശ്യമില്ലാതെ സ്വതന്ത്രനായിട്ട് അദ്ദേഹം ജീവിച്ചു. പറയപ്പെടുന്നു ഗിരീഷ് ചന്ദ്രഘോഷ് തന്റെ അവസാന കാലം സ്വതന്ത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഇത് അനുഭവിച്ച് അതിൽ നിന്ന് പുറത്തു വന്നു. അനുഭവിച്ച് തന്നെ പുറത്തു വന്നു, അല്ലാണ്ട് അതിന്റെ നേരെ കണ്ണടച്ചിട്ടോ, അതായത് നമ്മുടെ മുറിയിൽ ഒരു ആന നിൽക്കുന്നു, ആ ആനയെ കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെയാണ് ഈ ആഗ്രഹങ്ങളെ അനുഭവിക്കാതിരിക്കുന്നതെന്ന് പറയും. പിന്നെ ആഗ്രഹങ്ങൾക്ക് അനുഭവിച്ച് അതിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നത് അതിൽ തലതല്ലിച്ചാവുന്നത് പോലെയാണെന്ന് പറയും. പക്ഷെ ഒരു ആനയുണ്ടെങ്കിൽ അതിനെ മെരുക്കുക, ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. ഏതായാലും ഗിരീഷ് ചന്ദ്രഘോഷ് അതിൽ നിന്ന് പുറത്തു വന്നു. അപ്പം എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതാണ് നമ്മുടെ ചോദ്യം. അവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു പ്രവൃത്തിയെ പുറമേ നോക്കുമ്പോൾ നമുക്ക് പാപം, പുണ്യം എന്നൊക്കെ തോന്നും. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഈ പൊതുവെ ലോകം അംഗീകരിച്ച ധർമാധർമ്മങ്ങളും പുണ്യ പാപങ്ങളും മാറ്റിവെക്കണം. എന്നിട്ട് നമ്മൾ പുതിയൊരു കണ്ണോടുകൂടി പ്രവർത്തികളെ കാണണം. പാപബോധമില്ലാതെ നമ്മൾ നമ്മുടെ ആസക്തികളെ നോക്കിക്കാണണം. എൻ്റെ ഉള്ളിലെ ആസക്തികളെ ഞാൻ എന്തായിട്ട് കാണണം? അത് പാപം ചിന്ത എടുത്തു മാറ്റണം. ഇപ്പൊ ഞാൻ ഇത്രാമത്തെ പ്രമാണം ലംഘിച്ചു എന്നൊക്കെ വിചാരിക്കാൻ പോയാൽ മനസ്സമാധാനം കിട്ടില്ല. പകരം ഞാൻ ഇതിനെ എന്തായിട്ട് കാണണം? ഇത് ദേവിയുടെ ശക്തിയായിട്ട് കാണണം. ദേവിയുടെ വിളയാട്ടമാണ്. ദേവി ആരാണ്? ശിവനും ശക്തിയുടെ വിളയാട്ടമാണ്. നമ്മുടെ ഉള്ളിലെ ശക്തി, നമ്മുടെ ഉള്ളിലെ കാമം, അതിന്റെ കാമരൂപിണിയായിട്ടുള്ള ആ ശക്തിയുടെ വിളയാട്ടമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഈ മദ്യത്തോടും മറ്റുമുള്ള ആസക്തിയെ ആ രീതിയിൽ പുതിയൊരു കണ്ണുകൊണ്ട് കാണണം. അതാണ് ഇതിന്റെ ആദ്യത്തെ ചുവട്. തന്ത്രത്തിലെ ആദ്യത്തെ ചുവടെന്ന് പറഞ്ഞാൽ ഒന്നും നിഷിദ്ധമല്ല, ഒന്നും പാപമല്ല. പകരം ഇതൊക്കെ ദേവിയുടെ ചൈതന്യമാണ്, ശക്തിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പാർവതി തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഡിവിനൈസ് ചെയ്തു. ഈ വികാരത്തെ ഡിവിനൈസ് ചെയ്തു, അല്ലെങ്കിൽ ഈ ആസക്തിയെ, മദ്യത്തോടുള്ള ഈ ആസക്തിയെ ഡിവിനൈസ് ചെയ്തു, അതിനെ ദിവ്യമാക്കി കഴിഞ്ഞു, അതിനെ നമ്മൾ മന്ത്രഭൂതമാക്കി കഴിഞ്ഞു. ഇതാണ് ആദ്യത്തെ ചുവട്, ഫസ്റ്റ് സ്റ്റെപ്പ്. 2 എന്ന് പറയുന്നത് സാധാരണ അനുഭവിക്കുന്നത് പോലെ ഇനി അതിനെ അനുഭവിക്കരുത്. ആ അനുഭവത്തെ എന്താക്കണം?
ശീലത്തെ ബോധം കൊണ്ട് പുനഃസ്ഥാപിക്കണം. ശീലത്തെ മാറ്റി ബോധത്തെ പ്രതിഷ്ഠിക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഈ ആസക്തിയെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിലാണ് നമ്മൾ ആസക്തിയിലേക്ക് പോകുന്നത്. തിരിച്ച് ആസക്തിയിലേക്ക് പോകുമ്പോൾ പൂർണ്ണ ബോധത്തോടു കൂടി പോവുക. ബോധമില്ലാതെ അബോധാവസ്ഥയിൽ ആസക്തിയിലേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് മായ. പൂർണ്ണ ബോധത്തോടുകൂടി ആസക്തിയിലേക്ക് പോകുന്നതിന് പറയുന്ന പേരാണ് ശക്തി. ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ രണ്ട് പേരുകളാണ്. അബോധപൂർവം അത് ചെയ്യുമ്പോൾ നമ്മൾ മായക്കകത്ത് പെട്ടു. മായയ്ക്ക് രണ്ട് ശക്തിയുണ്ട്, ആവരണവും വിക്ഷേപവും. ഇതുകൊണ്ട് നമ്മളെ മൂടിക്കളയും. ഇങ്ങനെ മൂടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ എത്ര തവണ അനുഭവിച്ചാലും ആ ആഗ്രഹത്തിൽ നിന്ന്, ആ ആസക്തിയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കില്ല. പകരം ബോധം കൊണ്ട് മന്ത്രഭൂതമാക്കി നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ബോധപൂർവം അതിനെ അനുഭവിക്കുമ്പോൾ അവിടെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്, ദേവിയാണ് പ്രവർത്തിക്കുന്നത്, മായയല്ല. ശിവന്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ചുവട്. ഇപ്പോ നമ്മൾ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു, പാപബോധങ്ങളിൽ നിന്ന് മുക്തമായി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ബോധപൂർവം അതിലൂടെ കടന്നു പോകാൻ തോന്നും. ഇങ്ങനെ ബോധപൂർവം കടക്കുമ്പോൾ നമ്മുടെ നിരീക്ഷണ ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരീക്ഷകൻ എപ്പോഴും ആരാണ്? പുരുഷനാണ്, ശിവനാണ്. പ്രവൃത്തി പ്രകൃതിയാണ്, ദേവിയാണ്. അപ്പൊ ദേവിയിൽ എത്തിക്കഴിഞ്ഞാൽ പുരുഷനിലേക്ക് പിന്നെ കുറച്ച് ദൂരേ ഉള്ളൂ. പ്രകൃതിയിൽ എത്തിക്കഴിഞ്ഞാൽ ശിവൻ തൊട്ടരികിൽ തന്നെയുണ്ട്. നിരീക്ഷണത്തിലാണ് ശിവൻ ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള സംഗതി. ആദ്യം നമ്മൾ അതിനെ സ്വീകരിക്കുന്നു, ശക്തിയായി സ്വീകരിക്കുന്നു, പിന്നീട് ബോധപൂർവം അനുഭവിക്കുന്നു. ഈ ബോധപൂർവം അത് അനുഭവിക്കാനാണ് പവർ ഓഫ് അറ്റോർണി എനിക്ക് തരാൻ പറഞ്ഞത്, എന്നെ മുക്തിയാറാക്കാൻ പറഞ്ഞത് രാമകൃഷ്ണദേവൻ. നീ എന്ത് ചെയ്യുമ്പോഴും എന്നെ സ്മരിക്കൂ, മാമനുസ്മര യുദ്ധജ എന്ന് പറയുന്നു. നീ എന്നെ സ്മരിക്ക്. നീ മദ്യപിക്കുമ്പോൾ എന്നെ സ്മരിക്ക്. നിനക്ക് മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സ്മരിക്ക്. നിനക്ക് മറ്റു വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സ്മരിച്ചോളൂ, ഞാനുണ്ട് കൂടെ. അപ്പം ഭഗവാനെ സ്മരിക്കുകയാണ്, ഗുരുവിനെ സ്മരിക്കുകയാണ്. രാമകൃഷ്ണദേവനെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണ ബോധത്തിലാണ് അദ്ദേഹം, ജാഗ്രതയിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. സാധാരണ ചെയ്യുമ്പോഴുള്ള പോലെ അബോധാവസ്ഥ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഇവിടെ നിരീക്ഷകത്വം ശക്തി പ്രാപിക്കുകയും ആഗ്രഹങ്ങൾ പൂർണ്ണതയിലെത്തുകയും ചെയ്യും. അനുഭവം ആഗ്രഹത്തെ പൂർണ്ണതയിലെത്തിക്കും. അബോധാവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചാൽ വീണ്ടും അനുഭവിക്കാനുള്ള ആഗ്രഹം വരും. പൂർണ്ണബോധത്തിൽ നമ്മൾ അത് ഏത് പ്രവൃത്തി ചെയ്താലും നമുക്ക് അതിൽ നിന്ന് ചെറുതായിട്ട് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് തന്ത്രം പറയുന്നത്. നിരീക്ഷണത്തോടുകൂടി, നിരീക്ഷക ഭാവത്തിലിരുന്ന് അനുഭവിക്കുക. അല്ലാണ്ട് അനുഭവത്തോട് മുഖം തിരിക്കാനോ അത് വേണ്ടാന്ന് വെച്ചിട്ടോ നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല. നിരീക്ഷക ഭാവത്തിലിരുന്ന് അനുഭവിച്ച് അതിനെ അതിജീവിച്ചു പോകുക. ശിവനായി തീരുക. ആ നിരീക്ഷക ഭാവത്തിലേക്ക് നമ്മൾ ചുവടുമാറുക. അങ്ങനെ നമ്മൾ അതിന് പുറത്ത് കടന്നു. ഇവിടെ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ന് പറയുന്ന മുഴുക്കുടിയൻ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോയില്ല. പകരം രാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്ത വഴിയിൽ പോയി അദ്ദേഹം മദ്യത്തെയും മദിരാശയെയും മറ്റെല്ലാ അദ്ദേഹം അതിജീവിച്ചു എന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം ഒരു ശുദ്ധനായ സന്യാസിയായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹം വളരെ കുറച്ചു കാലേ പിന്നീട് ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ആ ജീവിച്ചിരുന്ന സമയം ആഴമേറിയതായിരുന്നു. രാമകൃഷ്ണദേവൻ മരിച്ചു, വിവേകാനന്ദ സ്വാമി മരിച്ചു. ഓരോരുത്തരും മരിക്കുമ്പോഴും ഇദ്ദേഹം കരയും. പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആരായിരുന്നു? അമ്മയെ പോലെ കണ്ട സിസ്റ്റർ നിവേദിതയായിരുന്നു ഇദ്ദേഹത്തിന്റെ എല്ലാം. അങ്ങനെ നിവേദിത പറഞ്ഞു, ഗിരീഷ, നീ ഇത്രയൊക്കെ പ്രായമായി, എന്നാലും നീ ഇനിയും എഴുതണം, നിന്റെ കഥകൾ എനിക്ക് വായിക്കണം, നിന്റെ നാടകങ്ങൾ എനിക്ക് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഡാർജിലിംഗിലേക്ക് പോവുകയാണ്, ഡാർജിലിംഗിൽ പോയിട്ട് തിരിച്ചെത്താം, അപ്പോഴേക്കും നീ അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയപ്പോൾ വരുന്ന കത്തെന്താണ്? ഡാർജിലിംഗിൽ വെച്ച് സിസ്റ്റർ നിവേദിത മരിച്ചു. അങ്ങനെ തൻ്റെ എല്ലാം മരിക്കുകയാണ്. അവസാനം ഈ കഥ എഴുതി പൂർത്തിയാക്കി ഗിരീഷ് ചന്ദ്ര ഘോഷിനും അസുഖമായി. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഗുരുനാഥ അങ്ങ് വന്നല്ലോ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്യം. ഗുരുനാഥ അങ്ങ് വന്നല്ലോ, എന്നെ ഈ മായയിൽ നിന്ന് മോചിപ്പിക്കുക ഗുരുനാഥ. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വേർഡ്സ് ഇതാണ്, അങ്ങ് വരൂന്ന് വാക്ക് കൊടുത്തിട്ടാ പോയെ. രാമകൃഷ്ണദേവൻ ഓരോ ശിഷ്യനും കൊടുത്തിട്ടുണ്ട് വാക്ക്, മരണസമയത്ത് ഞാൻ അരികിൽ വരും.
നിങ്ങളുടെ ഭയം ഇല്ലാതാക്കി നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഓരോരുത്തരും ആ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അത് പലരുടെയും കാളി പ്രസാദ് ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അവസാന സമയത്ത് രാമകൃഷ്ണദേവൻ വരുന്നുണ്ട്. ഇവിടെ ഗിരീഷ് ചന്ദ്രഘോഷിന്റെ മരണസമയത്ത് രാമകൃഷ്ണദേവൻ എത്തുന്നുണ്ട്. ഗുരുനാഥ അങ്ങ് വന്നല്ലോ, അങ്ങ് എന്നെ ഈ മായയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മോഹിതമായ ഈ ലോകത്ത് നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നത്. ആഗ്രഹങ്ങളെ ജയിക്കാനുള്ള മറ്റൊരു വലിയ ഒരുപക്ഷെ ഭാരതത്തിന്റെ ഏറ്റവും രഹസ്യാത്മകമായ ഒരു വിദ്യയാണിത്. തന്ത്രത്തിൽ പറയുന്ന അനുഭവത്തിലൂടെ കടന്നുപോയി ആഗ്രഹങ്ങളെ അതിജീവിക്കുക. ഒരുപക്ഷെ ആധുനിക മനുഷ്യരായ നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗമാണ്. നേരെ മറിച്ച് ആഗ്രഹങ്ങൾക്ക് നേരെ കണ്ണടച്ച് ജീവിതത്തെ ദരിദ്രമാക്കി കളയുന്നതിന് പകരം ജീവിതത്തെ വർണ്ണാഭമാക്കുക, അനുഭവങ്ങളിലൂടെ കടന്നു പോവുക, ആഘോഷമായി ജീവിക്കുക. അപ്പോഴെല്ലാം മാമനുസ്മര യുദ്ധജ, നമുക്ക് സത്യത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മയുണ്ടാവണം. ഒരിക്കലും അബോധത്തിലേക്ക് പോകരുത്. പൂർണ്ണ ബോധത്തിൽ അതിനെ അനുഭവിക്കുക. അതിന് പ്രാണായാമം പരിശീലിച്ചോളൂ, ഈ ബ്രീത്തിങ് പരിശീലിച്ചോളൂ. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ വിപാസന പോലെയുള്ള ബ്രീത്തിങ്. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെ ആ നിരീക്ഷക ഭാവം നമുക്ക് ശക്തമായിട്ട് വേണം. ആദ്യം ഈ നിരീക്ഷക ഭാവത്തെ ഉണർത്തിയിട്ട് ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് ഉള്ളത് ആ ആഗ്രഹത്തിലൂടെ കടന്നു പോവുക, ഭഗവാനെ സ്മരിക്കുക, ഗുരുവിനെ സ്മരിക്കുക. അങ്ങനെ മാമനുസ്മര യുദ്ധജ, ഇത് മാത്രമാണ് മോചനത്തിലേക്കുള്ള വഴി. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഈ ഇന്നത്തെ വിഷയത്തോട് നമ്മൾ നീതി പുലർത്തി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വീണ്ടും വീണ്ടും ആലോചിക്കുക. ആഗ്രഹങ്ങളുടെ സ്വഭാവം വളരെ ശക്തമാണ്. അതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കരുത്, അതിനെ കണ്ടില്ലെന്ന് നടിക്കരുത്. അതിനെ ധൈര്യപൂർവം ആർജവത്തോടുകൂടി നേരിടുമ്പോൾ നമ്മൾ അല്പമെങ്കിലും പ്രാണായാമമൊക്കെ പരിശീലിച്ചിട്ടുണ്ടാവണം. ഗുരുവിന്റെ വാക്യത്തിൽ ഉറച്ച വിശ്വാസം വേണം. ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുക്തിയാർ കൊടുത്തുകൊണ്ട് പവർ ഓഫ് അറ്റോർണി കൊടുത്തുകൊണ്ട് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സങ്കല്പിക്കേണ്ടത് എന്നെ ഇതിൽ നിന്നും മോചിപ്പിക്കൂ എന്നുള്ള സങ്കല്പത്തിലൂടെ അതിനെ പൂർണ്ണമായി അനുഭവിക്കുക, കടന്നുപോകും. ഒരിക്കലും എന്താ പറയാ, നമേ ഭക്ത പ്രണശ്യതി, ഒരിക്കലും എന്റെ ഭക്തൻ നശിച്ചു പോവുകയില്ല. ഇത് ഭഗവാൻ തന്ന വാഗ്ദാനമാണ്. ശരി, ഹരി ഓം.